ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഒരു പ്രാവശ്യം കൂടെ ഓർക്കുകയും പരസ്പരം പ്രാർത്ഥനയിൽ വഹിക്കുവാനും ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. നാം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നിരന്തരമായി പഠനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം 8-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ ചിന്തിപ്പാനിടയായി. ഇന്ന് മുതൽ നമ്മൾ 8-ാം അധ്യായത്തിലെ ഒരു വിഷയം 9-ാം അധ്യായത്തിലെ അതിന്റെ മുഖപുര ഭാഗങ്ങളുമാണ് ചിന്തിക്കുവാൻ കർത്താവിൽ ആശിക്കുന്നത്. അതിന് ഒരു വാക്യം നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 8-ാം അധ്യായത്തിൽ അതിന്റെ 14-ാമത്തെ വാക്യം. അതിനെ അവനോട് 2300 സന്ധിമുഷസും തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവവചനത്തിന്റെ പൊരുളുകളെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് ഞങ്ങളുടെ കൂടെ ഇനി സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു പഴയ പാട്ടിന്റെ ചില വരികൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. വാഴ്ത്തുമെന്നും പരമേശനെ, അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിന്മേൽ. വാഴ്ത്തുമെന്നും പരമേശനെ, അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിന്മേൽ. പാർത്തലത്തിൽ വസിക്കുന്ന ആർത്തിപാരമണഞ്ഞാലും കീർത്തനം ചെയ്യുമെന്നും തൻ ശ്രേഷ്ഠനാമത്തെ മുതാഞ്ഞ. വാഴ്ത്തുമെന്നും പരമേശനെ, അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിന്മേൽ. ചിന്തന കേളാകെ വേടിഞ്ഞും പരവിധി പോൽ സന്തതം ഞാൻ സ്വൈരമടഞ്ഞും. ചിന്തന കേളാകെ വേടിഞ്ഞും പരവിധി പോൽ സന്തതം ഞാൻ സ്വൈരമടഞ്ഞും. കാന്തനാമാവന്റെ ചൊല്ലിൽ ശാന്തമാം മൊഴി തിരഞ്ഞും. കാന്തനാമാവന്റെ ചൊല്ലിൽ ശാന്തമാം മൊഴി തിരഞ്ഞും. സ്വാന്തമാവിയൽ നിറഞ്ഞും തൻ നാമമറിഞ്ഞും. വാഴ്ത്തുമെന്നും പരമേശനെ, അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിനെ. പർവ്വതങ്ങൾ കുന്നു കേളിവ എനിക്കു രക്ഷ നൽകുകയില്ലായതില്ല ഞാൻ. പർവ്വതങ്ങൾ കുന്നു കേളിവ എനിക്കു രക്ഷ നൽകുകയില്ലായതില്ല ഞാൻ. വിശ്രമിപ്പാൻ തക്കതൊന്നും വിശ്വസിപ്പാൻ തക്കവണ്ണം. വിശ്രമിപ്പാൻ തക്കതൊന്നും വിശ്വസിപ്പാൻ തക്കവണ്ണം. നിശ്വസിക്കപ്പെട്ട സത്യം ആശ്വസിപ്പിക്കുന്നു നിത്യം. വാഴ്ത്തുമെന്നും പരമേശനെ, അവന്റെ സ്തുതി വാഴ്ത്തുമെന്നും തന്റെ നാവിന്മേൽ. തങ്കലേക്കു നോക്കിയോർകളെ വിടാതവന്റെ തങ്കമുഖം ശോഭയേറുന്നു. തങ്കലേക്കു നോക്കിയോർകളെ വിടാതവന്റെ തങ്കമുഖം ശോഭയേകുന്നു. ശങ്കലേശം ഭവിക്കാതാതങ്കമാകെ അകന്നെന്നും. ശങ്കലേശം ഭവിക്കാതാതങ്കമാകെ അകന്നെന്നും. തൻ കുരിശിൻ ജയത്താല ധന്യരെന്നും വസിക്കുന്നു. വാഴ്ത്തുമെന്നും പരമേശനെ, അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിന്മേൽ. ബാലസിംഹങ്ങൾ കരയുന്നു വിശക്കവേതൻ ബാലകരോ പാട്ടുപാടുന്നു. ബാലസിംഹങ്ങൾ കരയുന്നു വിശക്കവേതൻ ബാലകരോ പാട്ടുപാടുന്നു. പാലനാമാവർക്കുശാലെ നാഥനെന്നറിഞ്ഞിരിക്കെ. പാലനാമാവർക്കുശാലെ നാഥനെന്നറിഞ്ഞിരിക്കെ. മേലിനിയവർക്കുലേവ ലേശവുമാകുലമില്ല. വാഴ്ത്തുമെന്നും പരമേശനെ, അവന്റെ സ്തുതി
പാർക്കുമെന്നും എന്റെ നാവിനെ വാഴ്ത്തുമെന്നും പരമേശ്വരനെ. അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിനെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എല്ലാം കൊണ്ടും വൈശിഷ്ട്യമേറിയ പുസ്തകമാണ്. അതിന്റെ വൈശിഷ്ട്യത അല്ലെങ്കിൽ അതിന്റെ വിശേഷതയാണ് രണ്ടു തരത്തിൽ ദൈവാത്മാവ് നമ്മെ അതിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അതിന്റെ വ്യാഖ്യാനത്തിലൂടെ പഠിപ്പിക്കുന്ന അതൊരു ചരിത്ര സംഭവത്തെ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ്, ഹിസ്റ്റോറിക്കൽ യാഥാർത്ഥ്യം. അതുകൊണ്ട് ആ പുസ്തകത്തിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ പുസ്തകത്തിന്റെ മൂല്യം വളരെ വർദ്ധിച്ചതാണ്. രണ്ടാമത്തെ കാര്യം, അത് പ്രവചനത്തിന്റെ ആക്യുറസി അല്ലെങ്കിൽ പ്രവചനത്തിന്റെ കൃത്യത ഈ പുസ്തകത്തിൽ വളരെ സ്പഷ്ടമാണ്. ഈ രണ്ട് പ്രധാന കാരണങ്ങളാൽ ഈ പുസ്തകം എക്കാലത്തും വളരെ പ്രാധാന്യമേറിയതാണെന്ന് മുൻപ് പാഠങ്ങളിൽ അല്ലെങ്കിൽ മുമ്പിലത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിക്കേണ്ടതായി. 8-ാം അധ്യായത്തിൽ പ്രതിപാദ്യ വിഷയം രണ്ട് കാര്യങ്ങളാണെന്ന് ഞാൻ പറയുവാനിടയായി. ഒന്ന്, പരിവരുത്ത രാജ്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ കോലാട്ടുകൊറ്റനായകൻ യവന രാജ്യത്തെക്കുറിച്ചും ആട്ടുകൊറ്റനെ കുറിച്ചും റാം ആൻഡ് ദ ഹീ ഗോട്ട്, ഈ രണ്ട് രാജ്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനിടയായിട്ടുള്ളത്. എന്നാൽ 8-ാം അധ്യായത്തിൽ മറ്റൊരു കാര്യം കൂടെ പ്രതിപാദിക്കുന്നുണ്ട്. അത് വിദൂര ഭാവിയിൽ അല്ലെങ്കിൽ ദാനിയേലിന്റെ ജീവചരിത്രത്തിന് ശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 15-ാം വാക്യത്തിൽ തന്നോട് സംസാരിക്കുന്ന ദാനിയേൽ എന്ന ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷരൂപം എന്റെ മുമ്പിൽ നിന്നു. ആ പുരുഷരൂപം, ഗബ്രിയേലേ, ഇവൻ ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊള്ളുക എന്ന ഊലായി നദീതീരത്ത് വിളിച്ചു പറയുന്ന മനുഷ്യന്റെ ശബ്ദം കേട്ടു. അപ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-4 പ്രാവശ്യം ആവർത്തിച്ചു പറയുന്ന ഒരു പ്രത്യേകതയാണ് മനുഷ്യരൂപം, പുരുഷരൂപം, മനുഷ്യപുത്രന് സദൃശ്യനായ ഒരുവൻ. ഇതെല്ലാം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവന്റെ മനുഷ്യത്വത്തെ കുറിച്ചുള്ള ഒരു ദർശനമാണ് ഇവിടെ എല്ലാം കാണുവാൻ കഴിയുന്നത്. ഇവിടെ മനുഷ്യരൂപം, പുരുഷരൂപം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന ഗബർ എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗബർ എന്ന എബ്രായ വാക്കിന്റെ അർത്ഥം ഒരു പരിധി വരെ അത് ഒരു അരാമിക് ശബ്ദവുമായി ബന്ധപ്പെട്ടതാണ്. അരാമിക്കും എബ്രായും തമിഴ് മലയാളം പോലെയാണ് എന്ന് പറഞ്ഞാൽ കുറെ കൂടെ വിശാലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സെമിറ്റിക് ഷേമ്യ വംശത്തിൽ നിന്ന് പുറത്തെടുത്ത ഭാഷയാണെന്ന് നേരത്തെ ചിന്തിച്ചു. അരാമിക് ഭാഷ എന്ന് പറയപ്പെടുന്ന അവരുടെ കൊളോക്കിയൽ ലാംഗ്വേജ് അല്ലെങ്കിൽ സംസാര ഭാഷയാണ്. എബ്രായ ഭാഷ എന്ന് പറയുന്ന ഹൈറോഗ്ലിഫിക് അല്ലെങ്കിൽ വിശുദ്ധ ഭാഷയാണ്. അതവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എഴുതുവാനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് ഈ ഗബർ എന്ന വാക്ക് ഒരു ധീരൻ, വാരിയർ, വാലിയൻ, ശക്തനായ ഒരു പുരുഷൻ ഈ ദർശനത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ ദൂതനോട്, ഗബ്രിയേൽ ദൂതനോട് പറയുന്നതായിട്ടാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന നിന്നെ ഗ്രഹിപ്പിക്കും. ഇവിടെ അന്ത്യകാലം അല്ലെങ്കിൽ കോപത്തിന്റെ അന്ത്യകാലം എന്ന് 19-ാം വാക്യത്തിൽ പറയുന്ന വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്. അത് 19-ാം വാക്യം ഇംഗ്ലീഷ്, ആൻഡ് ഹി സെഡ്, behold, I will make thee know what shall be the end of indignation. അപ്പോൾ കോപത്തിന്റെ അന്ത്യം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഡിഗ്നേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻഡിഗ്നേഷൻ എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന സാം എന്നുള്ള എബ്രായ വാക്കാണ്. സാം എന്നുള്ള വാക്കിന്റെ അർത്ഥം
അതിഭയങ്കരമായ ക്രോധം അല്ലെങ്കിൽ ക്രോധം, ഫ്യുറി എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ് സാം എന്നുള്ള എബ്രായ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഈ സാം എന്ന് ഉദ്ദേശിക്കുന്ന കോപത്തിന്റെ അന്ത്യകാലം എന്ന് ഉദ്ദേശിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്നതും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 6 മുതൽ വാക്യത്തിൽ പറയപ്പെട്ടിരിക്കുന്നതും സഫന്യാവ്, നഹൂം, ജോവേൽ മുതലായ പുസ്തകങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന യഹോവയുടെ ക്രോധ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്രോധം ചൊരിക്കുന്ന ദിവസം. മത്തായി ഇതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി മേലാൽ സംഭവിക്കാൻ പോകുന്നതുമായ ഒരു മഹാക്രോധ ദിവസം. ആ ക്രോധ ദിവസം എന്ന് പറയപ്പെടുന്നത് മഹോപദ്രവകാലം, അല്ലെങ്കിൽ ദ ഡേ ഓഫ് ഇൻഡിഗ്നേഷൻ ഓർ ദ ഡേ ഓഫ് ഗ്രേറ്റ് ട്രബലൂഷൻ. അതിന്റെ കാലഘട്ടങ്ങൾ 1260 ദിവസം, 1260 ദിവസമുള്ള 2 ഘട്ടങ്ങളായി 3.5 വർഷം, 42 മാസം, 42 മാസം, ഒരു കാലം, അരകാലം, ഇരുക്കാലം എന്ന ദാനിയേൽ പറയപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടമാണ് ഇൻഡിഗ്നേഷൻ. അതുകൊണ്ട് ഇത് ആ കാലത്തേക്കും കൂടെ ഉള്ള വിഷയമാണെന്നാണ് ദാനിയേലിനോട് പുരുഷരൂപത്തിൽ വന്ന വ്യക്തി ഗബ്രിയേലിലൂടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ പറയുന്നത്. ഇനി ഇതിനകത്ത് പറയപ്പെടുന്ന മറ്റൊരു വിഷയമാണ് ഈ 2300 സന്ധ്യ ഉഷസ്. ഈ 2300 സന്ധ്യ ഉഷസ് എന്ന വാക്കുകൊണ്ട് അല്ലെങ്കിൽ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതിന് പ്രധാനമായിട്ടും 2-3 വ്യാഖ്യാനങ്ങളാണ് സാധാരണയായിട്ട് പറയപ്പെടുന്നത്. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകളെ പോലെയുള്ള ചില ആൾക്കാര് അതിന് പറയപ്പെടുന്ന 1840 ശേഷം വന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി അവർ കാലഘട്ടത്തെ കണക്കാക്കിയതാണ്. എന്നാൽ ആ കാലഘട്ടം ഒരിക്കൽ പോലും കാലസമ്പൂർണതയുമായി ബന്ധപ്പെട്ട് വരുവാൻ കഴിയത്തില്ല. ചില വേദപണ്ഡിതന്മാർ അല്ലെങ്കിൽ വാൽവിഡിനെ പോലെയുള്ള ചില പ്രസിദ്ധന്മാരായ പണ്ഡിതന്മാർ പറയപ്പെടുന്നത്, ഞാൻ ഇതിന്റെ അർത്ഥം എല്ലാ വിശകലനം ചെയ്തതിന് ശേഷം എന്താണെന്നുള്ള അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് പറയാം. 2300 സന്ധ്യ ഉഷസ്സും എന്ന് പറയപ്പെടുന്ന സന്ധ്യ ഉഷസ്, ഡാൺ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണല്ലോ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡേയ്സ് എന്നാണ് ഇംഗ്ലീഷിൽ. ആൻഡ് ഹി സെഡ് അൺടു മീ 2300 days എന്ന് ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്നുവെങ്കിൽ തന്നെ ഈ എബ്രായ ഭാഷയിൽ യരബ് എന്നുള്ള എബ്രായ വാക്കാണ് ഡേയ്സിന് പകരം. എബ്രായ വാക്കിൽ ദിവസത്തിന് യോം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അരബ് എന്നുള്ള വാക്കാണ്. യരബ് എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ഡസ്ക് അല്ലെങ്കിൽ ഈവനിങ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ രാവിലെയും വൈകിട്ടും. അതൊരു മെറ്റഫോറിക്കലായി ആലങ്കാരിക ഭാഷയിലല്ല ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് ചില അർത്ഥം ഉണ്ടായത് കൊണ്ടാണ് സന്ധ്യയും ഉഷസ്സും എന്ന് തന്നെ പറയുവാനിടയായി തീർന്നത്. അദ്ദേഹം പറയുന്നത് BC 171 ഒണിയാസ് മൂന്നാമൻ എന്ന് പറയപ്പെടുന്ന മഹാപുരോഹിതനായിരിക്കുമ്പോൾ താൻ അസാസിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ കൊല്ലപ്പെട്ടു. ഒണിയാസ് മൂന്നാമൻ എന്ന മഹാപുരോഹിതൻ 171 BC ആന്റിയോക്യസ് എപ്പിപ്പാനസിന്റെ ഭരണത്തിന് തൊട്ട് മുൻപ് മക്കാബിയൻ റിവോൾട്ട് നടക്കുന്ന ആ കാലഘട്ടങ്ങളിൽ, തുടക്കത്തിന്റെ കാലഘട്ടങ്ങളിൽ ഈ മഹാപുരോഹിതൻ കൊല്ലപ്പെട്ടു. താൻ കൊല്ലപ്പെട്ടതനുസരിച്ച് തന്റെ പിൻഗാമിയായി വരേണ്ട ആള് തന്റെ സ്വന്തത്തിൽപ്പെട്ട ആളായിരിക്കണം. പക്ഷെ അത് ക്രമം മാറ്റി മറ്റൊരു മഹാപുരോഹിതനെ ആക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ യെരൂശലേം ദേവാലയം അശുദ്ധമാക്കി.
ശൂന്യമാക്കുന്ന മ്ലേച്ഛതകൾ കൊണ്ടുവന്നു, ഡെസിക്രേറ്റഡ് ചെയ്തു. യെരൂശലേം ദേവാലയത്തിനകത്തെ വളരെ അശുദ്ധികൾ ഉണ്ടായി. ഡിസംബർ 25, 167 BC വരെ ഉള്ള കാലഘട്ടം, BC 171 മുതൽ BC 167 ഡിസംബർ 25 വരെയുള്ള കാലഘട്ടത്തെ ടെമ്പിൾ ഡെസിക്രേഷൻ എന്നാണ് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത്. അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്തെ അശുദ്ധമാക്കി ആന്റിയോക്കസ് എപ്പിഫാനസ്. ഈ 171 മുതൽ 164 വരെയുള്ള കാലഘട്ടത്തെ ആന്റിയോക്കസ് എപ്പിഫാനസിന്റെ ഭരണകാലഘട്ടത്തിന്റെ ഏറ്റവും തീവ്രമായും, അതുമാത്രമല്ല 2455 ദിവസങ്ങളാണ് മൊത്തം ആന്റിയോക്കസ് എപ്പിഫാനസിന്റെ ക്രൂരമായ ഭരണങ്ങൾ ഉണ്ടായെന്നാണ് ഈ മക്കാബിയൻ റിവോൾട്ടിനകത്ത് ഫസ്റ്റ് എസ്ട്രാ, സെക്കൻഡ് എസ്ട്രാ മുതലായ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിനകത്ത് അതിനകത്ത് 2300 ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയപ്പെടുന്ന യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായ പീഡനങ്ങൾ. യെരൂശലേം ദേവാലയത്തിനകത്ത് പന്നികളെ അർപ്പിക്കുകയും സയൂസ് ദേവന്റെ വിഗ്രഹം കൊണ്ടുവയ്ക്കുകയും അങ്ങനെ ശൂന്യമാക്കി മാറ്റി ആ 2300 ദിവസം എന്നാണ് ചില വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. ഈ 2300 ദിവസം ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദന്മാർക്ക് അതിശക്തമായ പീഡനങ്ങൾ അനുഭവിച്ചത്. ആ കാലഘട്ടത്തെയാണ് 2300 സന്ധ്യയുഷസ് എന്ന് പറയപ്പെടുന്ന ചരിത്രത്തിലെ സംഭവിച്ചത്. അത് ഒരു പരിധിവരെ ചരിത്രത്തിൽ ശരിയാണ്. അതിനുശേഷമാണ് ജൂഡാ മക്കാബിയറിന്റെ മക്കളായിരിക്കുന്ന 4 മക്കൾ ചേർന്നുകൊണ്ട് യെരൂശലേം ദേവാലയത്തിന്റെ അശുദ്ധിയിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി മക്കാബിൻ റിവോൾട്ടിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മക്കാവിയാർ വിപ്ലവ കാലഘട്ടത്തിൽ അവർ യെരൂശലേം ദേവാലയത്തിന്റെ ശുദ്ധീകരണത്തിനായിട്ട് അവർ വളരെ യത്നിച്ചു. ആ കാലഘട്ടത്തിലാണ് യഹൂദന്മാരുടെ ഇടയ്ക്ക് യെസേന്യർ, എരിവുകാർ, പരീശന്മാർ, സദൂക്കർ മുതലായ ഗ്രൂപ്പുകളൊക്കെയും ആ കാലഘട്ടത്തിലാണ് യഹൂദന്മാരുടെ ഇടയ്ക്ക് ഉണ്ടാകുവാനിടയായത്. അങ്ങനെ യെരൂശലേം ദേവാലയത്തെ അവർ ശുദ്ധീകരിച്ചു. ആന്റിയോക്കസ് എപ്പിഫാനസിൽ അവരെ രക്ഷപ്പെടുത്തി എന്നാണ് ചരിത്രം അവകാശപ്പെടുന്നത്. അങ്ങനെ ശുദ്ധീകരിച്ച് അവർ ഒരു ഉത്സവം ആചരിച്ചു. ആ ഉത്സവത്തിന്റെ പേരാണ് പ്രതിഷ്ഠോത്സവം, ദ ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയപ്പെടുന്നത്. അങ്ങനെ പല ഉത്സവങ്ങൾ, പുരീം ഉത്സവം, ഹനൂക്ക ഉത്സവം, പ്രതിഷ്ഠോത്സവം, ഈ ഉത്സവങ്ങളെല്ലാം പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഉത്സവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് 2300 സന്ധ്യയുഷസ് എന്ന് പറയുന്ന ചരിത്രത്തിലെ ഒരു സംഭവമാണ്. ഇനി രണ്ടാമതായിട്ട് പറയപ്പെടുന്നത് പ്രവചനപരമായിട്ട് ഒരു അർത്ഥമുണ്ട്. പ്രവചനപരമായിട്ട് അർത്ഥം എന്ന് പറയപ്പെടുന്നത് ആന്റി ക്രൈസ്റ്റിന്റെ കാരണം ഈ 8-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ പ്രവചന വിഷയങ്ങൾ അന്ത്യകാലത്തേക്ക്, കോപത്തിന്റെ അന്ത്യകാലത്തേക്കുള്ളതാണ്. അതുകൊണ്ട് പ്രവചനപരമായിട്ട് ഒരു അർത്ഥമുണ്ട്. പ്രവചനപരമായിട്ട് ഇതിന്റെ അർത്ഥം എന്ന് പറയപ്പെടുന്ന 2300 സന്ധ്യയുഷസ് എന്ന് പറയപ്പെടുന്നത് ആന്റി ക്രൈസ്റ്റിന്റെ ഭരണകാലം എന്ന് പറയപ്പെടുന്ന 7 വർഷവും 75 ദിവസവുമാണ്. 75 എന്ന് പറയപ്പെടുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന 2 സമയക്ലിപ്തതകളെ കുറിച്ച് പറയുന്ന 1290 എന്നും 1335 എന്നും പറയപ്പെടുന്ന ദിവസം. അപ്പോൾ 1335 എന്ന് പറയുന്നത് 3.5 വർഷത്തെ ദിവസങ്ങളിൽ 35 കൂടെ ചേർക്കുമ്പോൾ ഉള്ള ദിവസങ്ങളാണ്. അത് വരും ദിവസത്തെ ക്ലാസ്സുകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൊണ്ടാണ് 75 ദിവസം. ഈ 75 ദിവസം ഹർമഗദോൻ യുദ്ധത്തിന്റെ തീവ്രമായ പോരാട്ടമാണ്. അതുകൊണ്ട് 7 വർഷവും 75 ദിവസവും ആണ് ആന്റി ക്രൈസ്റ്റിന്റെ മൊത്തം കാലഘട്ടം എന്ന് പറയപ്പെടുന്നത്.
ഇതിനെ 7 വർഷത്തെ പൊതുവെ വെളിപ്പാട് പുസ്തകം 2 ഘട്ടങ്ങളായി തരംതിരിക്കുന്നു. അതിന് 3 ഭാഷാ വ്യാഖ്യാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒന്ന്, ഒരു കാലം, അരക്കാലം, ഇരുകാലം. ഒരു കാലം എന്ന് പറയുന്നത് 1 വർഷം അല്ലെങ്കിൽ 1 സംവത്സരം. അരക്കാലം എന്ന് പറയപ്പെടുന്നത് അരവർഷം അല്ലെങ്കിൽ പകുതി വർഷം, 6 മാസം. ഇരുകാലം എന്ന് പറയപ്പെടുന്നത് 2 വർഷം എന്നുമാണ്. ദാനിയേൽ പ്രവാചന പുസ്തകം 7-ാം അധ്യായത്തിൽ അതിന്റെ 25-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കാലാംശവും കാലവും കാലങ്ങളും എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ 3.5 വർഷക്കാലം എന്ന് പറയുന്നതും യഹൂദന്മാരുടെ കണക്കനുസരിച്ച് അവരുടെ കലണ്ടർ എന്ന് പറയപ്പെടുന്ന ലൂണാർ കലണ്ടർ അല്ലെങ്കിൽ ചന്ദ്രമാസമാണ്. അത് 30 ദിവസം മാത്രമേ ഒരു മാസത്തിൽ ഉണ്ടാകൂ. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രീഗോറിയൻ കലണ്ടർ എന്ന് പറയുന്നത് ചില മാസങ്ങളിൽ 31, ഫെബ്രുവരിയിൽ 28, 29 അതിവർഷത്തിൽ ഒരു ദിവസം കൂടുതലും കാണാം. അങ്ങനെയാണ് കാലഘട്ടങ്ങളെ കണക്കാക്കുന്നത്. അങ്ങനെ 3.5 വർഷക്കാലം അല്ലെങ്കിൽ 42 മാസം അല്ലെങ്കിൽ ഒരു കാലം, അരക്കാലം, ഇരുകാലം എന്ന് പറയുന്ന രണ്ടും കൂടെ ചേർന്ന് 7 വർഷക്കാലം. അങ്ങനെ രണ്ടും കൂടെ ചേരുമ്പോൾ ഉള്ള വർഷം എന്ന് പറയുന്നത് 1260, 1260. ഇങ്ങനെ 1260, 1260 എന്ന് പറയപ്പെടുന്ന 2520 ദിവസം. 2520 ദിവസമാണ് ടോട്ടൽ ആന്റി ക്രൈസ്റ്റ് ഭരണം നടത്തുന്നത്. ഈ മൊത്തം ഭരണത്തിന്റെ കാലഘട്ടത്തിൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ അവനൊരു വെള്ളക്കുതിര പുറത്തു വരുന്നതായിട്ട് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യത്തിൽ മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന ജീവി വിളിച്ചു പറയുന്നുണ്ട്. എന്താ വിളിച്ചു പറയുന്നത്? വരിക എന്നാൽ ജീവൻ ഇടിമുഴക്കം പോലെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അമ്പില്ലാതെ വില്ലു മാത്രമായിട്ടാണ് വരുന്നത്. 2520 ദിവസങ്ങളെ 2 തരംതിരിച്ചാണ്, അല്ലെങ്കിൽ 7 വർഷത്തെ ഈ 2 42 മാസങ്ങളായി 84 മാസങ്ങളാണ് ടോട്ടൽ ഉള്ളത്. ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 10 രാജ്യങ്ങളുടെ ഒരു സംഘടന ഉണ്ടാകും. ആ 10 രാജ്യ സംഘടനയ്ക്കകത്തുന്ന 3 രാജാക്കന്മാർ അല്ലെങ്കിൽ 3 പേരെ വീഴിച്ചതിന് ശേഷം ഇവൻ അധികാരത്തിൽ വരും. ഇവൻ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ കാലഘട്ടങ്ങൾ വളരെ സമാധാനപരമായിരിക്കും. ഈ സമാധാന കാലഘട്ടങ്ങൾ എന്ന് പറയപ്പെടുന്നത് 220 ദിവസമാണ്. 220 ഡേയ്സ് ആണ്. 2520 നിന്ന് 220 ദിവസം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 2300 സന്ധ്യ ഉഷസാണ്. എന്ന് പറഞ്ഞാൽ ആന്റി ക്രൈസ്റ്റിന്റെ ഭരണകാലഘട്ടത്തിലെ 2520 ദിവസങ്ങൾക്കകത്തുനിന്ന് 220 ദിവസങ്ങൾ കുറയ്ക്കുക. എന്തിനാ കുറയ്ക്കുന്നത്? ഈ 220 ദിവസം യെരുശലേമിൽ, പലസ്തീനിൽ, മനോഹര ദേശത്തെ യഹൂദന്മാരുമായി ആന്റി ക്രൈസ്റ്റ് ഉടമ്പടി ഉണ്ടാക്കി സമാധാനം പറയുന്ന വർഷങ്ങളായിരിക്കും. സമാധാനം പ്രഘോഷിക്കുന്ന വർഷങ്ങളായിരിക്കും, ദിവസങ്ങളായിരിക്കും. ഈ ദിവസങ്ങളിൽ ഈ 220 ദിവസം 2520 ദിവസത്തിനകത്ത് കുറയ്ക്കുമ്പോൾ 2300 സന്ധ്യ ഉഷസ്സുമാണ്. അപ്പോൾ ഈ 2300 സന്ധ്യ ഉഷസ്സും അന്ത്യകാലത്തേക്കും കൂടെ ഉള്ളതാണ്. അതിന്റെ ഒരു ഭാഗിക നിവൃത്തിയായി ആന്റിയോക്യസ് എപ്പിഫാനസിന്റെ കാലഘട്ടത്തിൽ നടന്നു. ഇനി അതിന്റെ പൂർണ്ണ നിവൃത്തി അന്ത്യകാലഘട്ടത്തിൽ സംഭവിക്കും. അതാണ് 8-ാം അധ്യായത്തിന്റെ
23 മുതൽ 22 മുതലുള്ള വാക്യത്തിലെ പ്രതിപാദ്യം, അത് തകർന്ന ശേഷം അതിന് പകരം 4 കൊമ്പ് മുളച്ചതോ, 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും, അതിന് ശക്തിയോടെ അല്ലതാനും. അതിനുശേഷം 23-ാമത്തെ വാക്യം, എന്നാൽ അവരുടെ രാജത്വത്തിന്റെ അന്ത്യകാലത്തിൽ അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും, അവൻ സ്വന്തം ശക്തിയാൽ അല്ലായിരിക്കും. ഇതൊന്നും ആന്റിയോക്കസ് എപ്പിഫാനസിനാൽ നടക്കപ്പെടല, സ്വന്തം ശക്തിയാലല്ല, മറ്റാരോ ശക്തി കൊടുത്ത്. അത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം ഇങ്ങനെയാണ്. നാം വായിക്കുന്ന ഇങ്ങനെയാണ്, അതിന്റെ 4 മുതലുള്ള വാക്യത്തിൽ, അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. 4-ാമത്തെ മൃഗത്തെ കണ്ടിട്ട് 4-ാമത്തെ സാമ്രാജ്യത്തിനകത്തെ ചെറിയ കൊമ്പായിരിക്കുന്ന ഉപായബുദ്ധിയുള്ള, അതുപോലെ തന്നെ ഉഗ്രഭാവമുള്ള, കോട്ടകളുടെ ദേവനെ ആരാധിക്കുന്ന, സ്ത്രീകളുടെ ഇഷ്ടദേവനെ ആരാധിക്കാത്ത, ഉപായബുദ്ധിയുള്ള ഈ ഭീകരനായിരിക്കുന്ന ഒരു ഭരണാധികാരി ലോകത്തിൽ ഭരണം നടത്തുവാനിടയായിത്തീരും. അദ്ദേഹത്തെ കണ്ടിട്ട് ലോകമെല്ലാം വിസ്മയിക്കും എന്നാണ് വെളിപ്പാട് 13:4 പറയുന്നത്. മൃഗത്തിന് അധികാരം കൊടുത്തു. കണ്ടോ, സ്വന്തം ശക്തിയാലല്ല എന്ന് പറയുന്ന മൃഗത്തിന് അധികാരം ലഭിച്ചു. മഹാപീഡന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ 2300 സന്ധി ഉഷസും കാലഘട്ടങ്ങളിൽ, മഹോദ്രവത്തിന് അതിഭയങ്കരമായ പീഡന കാലഘട്ടങ്ങളിൽ 3 ശക്തികളായിരിക്കും ലോകത്തെ ഭരിക്കുന്നത്. അതിന് സാത്താന്യ തൃത്വം എന്നാണ് പറയപ്പെടുന്നത്. ആന്റി ക്രൈസ്റ്റ്, കള്ളപ്രവാചകൻ, ലൂസിഫർ, ഇവർ 3 കൂടെ ചേർന്നായിരിക്കും ലോകത്തെ ഭരിക്കുന്നത്. ബീസ്റ്റ് അല്ലെങ്കിൽ റോമ, അധപ്പതിച്ചുപോയ റോമാ സാമ്രാജ്യത്തിന്റെ ശക്തി ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ അവസാനമായി വരുന്ന ഈ ഭരണാധികാരി ഉഗ്രഭാവവും ഉപായബുദ്ധിയുള്ളവനാണ്. അനേകം വിശുദ്ധന്മാരെ അവൻ കൊന്നെടുക്കുവാനിടയായിത്തീരും. അനേക രക്തസാക്ഷികളായി മരിപ്പാനിടയായിത്തീരും. ഇവൻ ആദ്യം വന്ന് ഇസ്രായേലുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കും. ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ആ ഉടമ്പടിയെ 220 ദിവസം, 2520 ദിവസം ആകുന്ന 7 വർഷത്തെ ദിവസങ്ങളാണ് 2520. ഇതിനകത്ത് 220 ദിവസം അവൻ ഉടമ്പടി പാലിക്കും. സമാധാനം, വെള്ളക്കുതിരപ്പുറത്ത് അവൻ സഞ്ചരിക്കും. ഈ സമയത്താണ് യെശയ്യാപ്രവാചന പുസ്തകം 15-ാം അധ്യായത്തിൽ പറയുന്ന പ്രകാരം, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന പോലെ 2 സാക്ഷികൾക്ക് ഞാൻ വരം നൽകും. അവർ രട്ടുടുത്തുകൊണ്ട്, വായിക്കുന്ന ഇങ്ങനെയാണ് 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഞാൻ 2 മാസം അവർ ചവിട്ടും, 42 മാസം അവർ ചവിട്ടും. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. അവർ രട്ടെടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിന് നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. അപ്പോൾ ഈ 2 സാക്ഷികൾ, അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചിന്തിക്കാൻ ആരാണെന്നൊക്കെ. ഈ 2 സാക്ഷികൾ എഴുന്നേറ്റ് പലസ്തീനാകുന്ന മനോഹര ദേശത്ത് നിന്നുകൊണ്ട് ശക്തമായി രട്ടെടുത്തുകൊണ്ട് പ്രവചിക്കും. അവരുടെ പ്രവചന കാലം എന്ന് പറയുന്നത് 1260 ദിവസമാണ്. അതായത് മഹോദ്രവത്തിന്റെ ആദ്യഘട്ടം, ഫസ്റ്റ് ഫേസിലാണ്. ആ കാലഘട്ടത്തിൽ അവർ ശക്തമായി നിന്ന് പ്രവചിക്കും. അവരുടെ പ്രവചന കാലഘട്ടത്തിൽ ആകാശത്ത് നിന്ന് മഴ പെയ്യാതിരിക്കുവാനും അവർക്ക് ദോഷം വരാതിരിക്കുവാൻ തക്കവിധത്തിൽ അവരുടെ വായിൽ നിന്ന് ശത്രുക്കളെ ദഹിപ്പിക്കുവാൻ ശക്തിയുള്ള ആ തീ അവരുടെ വായിൽ നിന്ന് പുറപ്പെടും. അതുപോലെ തന്നെ അവർക്ക് പ്രത്യേക ശക്തികൾ 1260 ദിവസം ഉണ്ടായിരിക്കും.
ഈ രണ്ട് സാക്ഷികൾ പ്രവചിക്കുമ്പോൾ ഇസ്രായേലിൽ നിന്ന് ഒരു വലിയ ആത്മീക ഉണർവുണ്ടാകും, ഒരു റിവൈവൽ ഉണ്ടാകും. ഒരു റിവൈവൽ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് സഭയുമായി പോയെങ്കിൽ തന്നെയും പരിശുദ്ധാത്മാവിന്റെ വരവും പോക്കും ഉണ്ടായിരിക്കും. അവരങ്ങനെ പ്രസംഗിക്കുമ്പോൾ വലിയ റിവൈവൽ ഉണ്ടായിട്ട് യഹൂദന്മാർ ഇടയ്ക്ക് നിന്ന് 12 ഗോത്രങ്ങളിൽ നിന്നായിട്ട് 1,44,000 144,000 യഹൂദന്മാർ അവർ മുൻപോട്ട് വരും. ഇവർ സുവിശേഷകന്മാരായി തീരും. അവർ ലോകമെങ്ങും സുവിശേഷം അറിയിക്കുവാൻ താല്പര്യപ്പെട്ട് പുറപ്പെടും. അവരെ കുറിച്ചാണ് 5-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ആ 7-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വ്യക്തികളും വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്നവരും എല്ലാം ഇവർ തന്നെയാണ്. കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന 144,000 പേർ. അപ്പോൾ ഈ പറയപ്പെട്ട വ്യക്തികളെല്ലാം സുവിശേഷകന്മാരായി തീരും. അവർ രാജ്യത്തിന് സുവിശേഷം പ്രസംഗിക്കും. പക്ഷേ അവരെ അതിശക്തമായി പീഡനത്തിലൂടെ കടത്തിവിടും. അവർ അറേബ്യൻ രാജ്യങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും അവർ ഓടും, രക്ഷപ്പെടാനായി ഓടും. അങ്ങനെ ഓടിച്ചെല്ലുന്നവരെ കുറിച്ചാണ് യെശയ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്ന ഊരിയ വാളിനെയും കുലച്ച വില്ലിനെയും വിട്ടോടിപ്പോകുന്നവരാകുകയും തേമാ നിവാസികളെ അവർക്ക് വെള്ളവും വീഞ്ഞുമായി ചെല്ലുകയും. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ദൈവം നേരത്തെ തന്നെ ഒരു ഗ്രൂപ്പിനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഇസ്രായേലിൽ യഹൂദന്മാർ ഇടയ്ക്കൊരു വലിയ ആത്മീക ഉണർവുണ്ടായിട്ട് ഒരുപാട് പേര് വിശ്വാസത്തിൽ വരികയും അവരുടെ സുവിശേഷ പ്രസംഗം നിമിത്തം ഒരുപാട് പേര് ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി തീരും. പക്ഷെ അവർക്ക് നിൽക്കണമെങ്കിൽ രക്തസാക്ഷികളായി തീരണം. അതാണ് 5-ാം അധ്യായം അല്ലെങ്കിൽ 6-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന രക്തസാക്ഷികൾ അറുക്കപ്പെട്ട ആത്മാക്കളെ യാഗപീഠത്തിൽ കണ്ടത്. അങ്ങനെ 8-ാം അധ്യായത്തിൽ 2300 സന്ധി ഉഷസ് എന്ന് പറയപ്പെടുന്നത് ആന്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലഘട്ടത്തിലെ തീവ്രമായ കഷ്ടതയും യാതനയുമാണ്. അത് ആന്റി ക്രൈസ്ത കാലഘട്ടത്തിൽ സംഭവിച്ചു. അങ്ങനെ 8-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന 2300 സന്ധി ഉഷസും അവിടെ നമ്മളെ അതാണ് മനസ്സിലാക്കുക. ഇനി നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് വരാം. 9-ാം അധ്യായത്തിന്റെ മുഖവുര. 9-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ദാനിയേൽ ഈ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിട്ട് തന്റെ പ്രാർത്ഥനയാണ്. 1-2 വാക്യങ്ങളിൽ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥയെ കുറിച്ചുള്ള അറിവാണ്. ദ ഡെസലേഷൻസ് ഓഫ് ജെറുസലേം. യെരൂശലേമിന്റെ ശൂന്യാവസ്ഥയെ കുറിച്ച് തനിക്ക് കിട്ടിയ അറിവാണ് അത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു കാലസംഖ്യക്കനുസരിച്ചാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ലഭിച്ച ഒരു കാലസംഖ്യ. എന്താണ് ഈ കാലസംഖ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാലസംഖ്യ എന്ന് പറയുന്നത് 25-ാം അധ്യായം യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു വിഷയമാണ്. അതെന്താണെന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. മൂന്നാമതായിട്ട് ഈ കാലസംഖ്യയുടെ അർത്ഥം വെളിപ്പെടുന്നതാണ്. 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഞാൻ വായിക്കാം. അഹശ്വേരോശ് രാജാവിന്റെ മകനായ ദാരിവേശിന്റെ 1-ാം ആണ്ടിൽ, ഈ ദാരിവേശ് എന്ന് പറയപ്പെടുന്നത് മറ്റേ ദാരിവേശ്, സർസക്സ് എന്ന് പറയപ്പെടുന്ന രാജാവിന്റെ മകനാണ് ദാരിവേശ് എന്ന് പറയപ്പെടുന്ന ആള്. അദ്ദേഹത്തിന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ ദാനിയേലിന് കിട്ടിയ ഒരു നമ്പർ, അവിടെ ദാനിയേലിന് കിട്ടിയ ഒരു നമ്പറിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ദാനിയേലിന് കിട്ടിയ ആ നമ്പർ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബൈ ബുക്സ് ദ നമ്പർ എന്നാണ് ഉപയോഗിക്കുന്നത്. മിക്പാർ എന്നുള്ള എബ്രായ വാക്കാണ് നമ്പറിന് ഉപയോഗിച്ചത്. മിക്പാർ. മിക്പാർ എന്ന വാക്കിന്റെ അർത്ഥം നരേഷൻ ഓർ ഇന്യൂമറബിൾ, കണക്കാക്കാൻ കഴിയാത്ത എന്തോ ഒന്നുണ്ട്. അപ്പോൾ ഈ സംഖ്യ തനിക്ക് ലഭിച്ചു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 11-12, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഞാൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. അതെങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേൽ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും എന്ന് നിങ്ങളോടുള്ള എന്റെ വചനം നിവർത്തിക്കുകയുള്ളൂ. ഇനി 25-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിൽ, ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവും ആകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതുപോലെ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 36-ാം അധ്യായത്തിലും ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ദാനിയേൽ ഇത് പ്രാർത്ഥിച്ചപ്പോൾ തന്റെ ജനത്തിന്റെ പാപങ്ങളും തന്റെ പാപവും ഏറ്റുപറഞ്ഞ് രട്ടുടുത്തുകൊണ്ട് താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ സംഖ്യക്ക് വിദൂരമായ ഒരർത്ഥമുണ്ടെന്ന് മനസ്സിലായി. ആ സംഖ്യ അല്ലെങ്കിൽ ഈ കാലക്രമം അല്ലെങ്കിൽ യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം കാലസംഖ്യ, ആ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേക വാക്യം 2-ാം വാക്യത്തിൽ കാലസംഖ്യ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. And Jeremiah the prophet that he would accomplish 70 years desolation, the number of years. അപ്പോൾ understood the number of years, കാലസംഖ്യ. അപ്പോൾ വേദപുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന സംഖ്യയ്ക്ക് ഒരർത്ഥമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 7-നെ കുറിച്ച് ഒരുപാട് പ്രതിപാദ്യങ്ങളുണ്ട്. ഈ 7 എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു പ്രധാന കാര്യമാണ്. അതുപോലെ 70 എന്ന് പറയപ്പെടുന്നത് ഒരു പ്രത്യേക അർത്ഥത്തിലാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 70 എന്നാ ഉപയോഗിച്ചിരിക്കുന്നത്. ഷിബിയും എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷിബിയും. അപ്പൊ ഷിബിയും എന്നുള്ള വാക്കിന് ചില അർത്ഥങ്ങളുണ്ട്. ആ ഷിബിയും എന്നുള്ള അർത്ഥത്തിന് 7 കാര്യങ്ങൾ പലസ്തീൻ അല്ലെങ്കിൽ യെരുശലേമിനെ സംബന്ധിച്ച് നടക്കണം. അതാണ് 9-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ ഈ കാലസംഖ്യയ്ക്ക് ഒരർത്ഥമുണ്ട്. 3-ാം വാക്യം, അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീരുന്നത് കൊണ്ടും പ്രാർത്ഥനയോടും യാചനകളോടും അപേക്ഷിച്ച് ദൈവമായ കർത്താവിങ്കലേക്ക് മുഖം തിരിച്ചു. താൻ പ്രാർത്ഥിച്ചു. ഈ കാലസംഖ്യയുടെ അർത്ഥം തനിക്കറിയണം. അപ്പോൾ ഇതൊരു വെറും 70 വർഷം കൊണ്ട് പര്യവസാനിക്കുന്ന ഒരു കാര്യമല്ല. യിരെമ്യാവ് 25-ന്റെ 12-13, യിരെമ്യാവ് 29-ന്റെ 10 ഈ ഭാഗങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്ന ശബയും എന്ന് പറയപ്പെട്ടിരിക്കുന്ന ഒരു കാലസംഖ്യ. കാലസംഖ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് എ പീരീഡ്, ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിനനുസരിച്ച് ആ വചനം നമുക്ക് വ്യാഖ്യാനിക്കാനിടയാണ്. അതുകൊണ്ട് ദാനിയേൽ ജനത്തിന്റെ ഭാവി കാലത്തിലെ മഹത്വത്തെ വെളിപ്പെടുന്നത് ആഗ്രഹിച്ചു. അത് പ്രവചനത്തിലൂടെ ദൈവം അത് മനസ്സിലാക്കി കൊടുക്കുവാൻ ആഗ്രഹിച്ചു. ആസന്ന ഭാവിയിൽ തന്റെ ജനത്തിനുണ്ടാകാൻ പോകുന്ന മഹത്വം ഇപ്പോൾ അത് ഒരുപക്ഷെ ദാനിയേൽ
സാഹിത്യപരമായിട്ട് മാത്രമല്ല ഈ വിഷയത്തെ മനസ്സിലാക്കുന്നത്. നാം പലപ്പോഴും വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും ഭാഷാപരമായി മാത്രം മനസ്സിലാക്കാറുള്ളൂ. എന്നാൽ അതിനെ പ്രവചനപരമായിട്ടും കാലഘട്ടപരമായി വ്യാഖ്യാനിക്കുവാൻ, മനസ്സിലാക്കി തരുവാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദാനിയേലിന് വെളിപ്പെടുത്തിയ പോലെ ദൈവം നമുക്കും കാലാകാലങ്ങൾ വെളിപ്പെടുത്തി തരുവാനായി. ഇപ്പോൾ അവർ പ്രവാസത്തിൽ ഇരിക്കുന്നെങ്കിൽ തന്നെയും അവരുടെ ഭാവി ഈ പ്രവാസം കൊണ്ട് പര്യവസാനിക്കുന്നല്ല. അത് ആസന്ന ഭാവിയിൽ, അനധിവിദൂര ഭാവിയിൽ സംഭവിക്കേണ്ട ചില ആത്മീക സത്യങ്ങളുണ്ട്. ആ രാജ്യത്തെക്കുറിച്ച്, ആ ദേശത്തെക്കുറിച്ച്, ആ ജനതയെക്കുറിച്ച് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ദൈവം ഭാവിയിൽ നിറവേറുവാനായി. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവസന്നമയെ തന്നെ സമർപ്പിക്കാം. അടുത്ത ദിവസം 70-ാം ആഴ്ചവട്ടത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണത് മനസ്സിലാക്കുവാൻ ദൈവാത്മ സഹായിക്കാം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.